لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ഹജ്ജ് മാസത്തിന്റെ ഇടയിലാണ് നമ്മളുള്ളത്. ദുൽഹജ്ജ് മാസം നമ്മുടെ മുമ്പിൽ ആഗതമായി നിൽക്കുന്നു. ബലിപെരുന്നാൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷങ്ങളിലൊന്നാണ്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി കൽപ്പിച്ച രണ്ട് ഈദുകളിലൊന്നാണ് ബലിപെരുന്നാൾ. ആ ബലിപെരുന്നാളിന് വേണ്ടിയുള്ള ഭൗതികമായ ഒരുക്കങ്ങൾ മുസ്ലിങ്ങളായ നാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നത്തെ പ്രത്യേകമായ സുന്നത്ത് ബലികർമ്മമാണ്. അതിനുവേണ്ടിയുള്ള മൃഗങ്ങളെ കണ്ടെത്താനും അതിൻ്റെ കച്ചവടം ഈ സീസണിൽ നന്നായി നടത്താനുമെല്ലാം കച്ചവടക്കാരും ബലികർമ്മം നടത്താൻ ഉദ്ദേശിക്കുന്നവരുമെല്ലാം അതിൻ്റെ ആത്മീയ വശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിവുണ്ടായിട്ടും ബലികർമ്മം ഒറ്റക്ക് നടത്താനോ അല്ലെങ്കിൽ മാടുകളിൽ 7-1 പങ്കുചേരാനോ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ബലിപെരുന്നാളിന്റെ ആ ഒരു സുന്നത്ത് നിർവഹിക്കാൻ ആർക്കെങ്കിലും പിശുക്കുണ്ടെങ്കിൽ, മടിയുണ്ടെങ്കിൽ, ബലികർമ്മത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ
ഫലാ യഖ്റുബന്ന മുസല്ലാന, നമ്മുടെ ഈദ് മുസല്ലയിലേക്ക് അവർ അടുക്കുക പോലും വേണ്ട എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളംബരം ചെയ്തതായി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം. അത്രമാത്രം പ്രബലമായ ഒരു സുന്നത്തിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ ഏറെക്കുറെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് ബലിപെരുന്നാളിന്റെ ഒരു ഒരുക്കം. അതിനേക്കാൾ അധികം നമ്മുടെ കുട്ടികളും സ്ത്രീകളും ആണുങ്ങളുമെല്ലാം പുതിയ വസ്ത്രം ധരിക്കാനും അത് തെരഞ്ഞു നടക്കാനും ടെക്സ്റ്റൈൽസുകളിൽ തിരക്ക് കൂട്ടുന്ന ഒരു കാലമായിരിക്കുന്നു. അതൊക്കെ സുന്നത്താണ്. നല്ല വസ്ത്രം ധരിക്കലും പുതിയത് ധരിക്കലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ തന്നെയാണ്. പറഞ്ഞു വരുന്നത് ബലിപെരുന്നാളിന്റെ ഈ ഭൗതികമായ ആർഭാടങ്ങളും സുഖങ്ങളും ആഘോഷങ്ങളും അന്ന് കുടുംബ സംഗമങ്ങളും കുടുംബ ബന്ധങ്ങളും സ്ഥാപിക്കാനും ആ ഒരു ഒഴിവു ദിവസം പെരുന്നാൾ ആഘോഷിക്കാനുമൊക്കെ നമ്മൾ വിശ്വാസികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന ഒരു മതപരമായ സന്ദേശമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം, ആ ജീവിതത്തെ പറ്റി ശ്രദ്ധിക്കാതെ ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാതെ പെരുന്നാൾ എന്ന ആന്തർതി ആഘോഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെയില്ലാത്ത ആളുകൾക്ക് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹതയുമില്ല. ഈദുൽ അദ്ഹയുടെ പിന്നിലുള്ള ചരിത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. ചിലതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചു. അം ലം യനബഅ ബിമാ ഫീ സുഹഫി മൂസ വഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ഒരു സന്ദേശം, അല്ലാഹുവിങ്കലേക്ക് തിരിച്ചു പോകുമ്പോൾ മനുഷ്യൻ ഒറ്റക്കൊറ്റക്കായിരിക്കും. ആരും അവന്റെ കൂട്ടിനുണ്ടാവില്ല. പിതാവോ മക്കളോ ഭാര്യയോ ഭർത്താവോ കൂട്ടുകുടുംബാംഗങ്ങളോ പാർട്ടിക്കാരോ ഉണ്ടാവില്ല. ഓരോരുത്തരും അവരവർ നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചു കൊണ്ട് വേണം പോകാൻ. ആരുടെയും പാപം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല. ആർക്കും ആരെങ്കിലും സൽക്കർമ്മം ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് ഉപകരിക്കുകയില്ല നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാതെ. അംലം യനബഅ ബിമാ ഫീ സുഹഫി മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വേദഗ്രന്ഥങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ലേ? ഇബ്രാഹിം അല്ലദീ വഫ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി നിർവഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ആ കൽപ്പനകളും അവർക്ക് കിട്ടിയിട്ടില്ലേ? എന്താണത്? അംലം യനബഅ ബിമാ ഫീ സുഹഫി മൂസ വഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. നാം ചെയ്ത കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ ആരും പരലോകത്തുണ്ടാവില്ല. അതാണ് ഇബ്രാഹിം നബിയുടെ പാഠത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. ഇവിടെ നമുക്ക് പലരുമുണ്ട്. കുട്ടികൾക്ക് ഉമ്മയും ഉപ്പയുമുണ്ട്, മുതിർന്നവർക്ക് കൂട്ടുകാരുണ്ട്, കുടുംബങ്ങളുണ്ട്, സമ്പത്തുണ്ട്, അവന് മറ്റുള്ള ബന്ധങ്ങളുണ്ട്, സ്വാധീനങ്ങളുണ്ട്, പാർട്ടികളുണ്ട്. ഒക്കെ ശരി തന്നെയാണ്, അതൊക്കെ ഏറ്റെടുക്കാൻ ഉണ്ടായേക്കാം. പരലോകത്ത് നമ്മൾ ഒറ്റക്കേ ഉള്ളൂ. ആ ഒറ്റക്ക് പരലോകത്ത് എത്തിപ്പെടുമ്പോൾ ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന പാഠമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. പിതാവിനെ പോലും, അദ്ദേഹം പിതാവിൽ നിന്ന് പോലും ഇറങ്ങിപ്പോരേണ്ടി വന്ന, വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടതിന്റെ പേരിൽ പിതാവിനോടുമുള്ള ബന്ധം പോലും ഉപേക്ഷിക്കേണ്ടി വന്നത് പിതാവിന്റെ പരലോകത്തെ രക്ഷപ്പെടുത്തുകയില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. നാട്ടുകാര്, രാജാവടക്കം നാട്ടുകാരെ മുഴുവനും
അദ്ദേഹത്തിന് വെറുപ്പിക്കേണ്ടി വന്നത് ഈ രാജകൊട്ടാരമോ ഈ രാജാവിന്റെ കീഴിലുള്ള പ്രജകളോ എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. എന്റെ റബ്ബിനോടുള്ള ബാധ്യത ഞാൻ തന്നെ നിർവഹിക്കണം എന്ന ആ ഒരു ഉത്തരവാദിത്ത ബോധമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റപ്പെടാനും തീയിലെറിയപ്പെടാനും കാരണമായത് എന്നാണ് നമുക്കുള്ള പാഠം. ആ പാഠമാണ് പെരുന്നാൾ ആഘോഷിക്കുന്നവർ ഉൾക്കൊള്ളേണ്ടത്. മറ്റൊന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച പാഠം, സ്ത്രീകൾക്ക് അല്ലാഹു ശരീഅത്തിൽ, പ്രവാചകന്മാരുടെ ശരീഅത്തിൽ നൽകിയ ഉന്നതമായ ഒരു സ്ഥാനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പെണ്ണ് 2 മലകൾക്കിടയിൽ, സഫാ മറുകൾക്കിടയിൽ ഓടി നടന്നത് ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാർ ഓടണം, ആണും പെണ്ണും. ആ 2 മലകൾക്കിടയിൽ അള്ളാഹുവിന്റെ ചിഹ്നമായ ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്, അവിടെ ഓടിത്തീർക്കണം 7 വട്ടം. ആ സ്ത്രീ ഹാജറ ഓടിത്തീർത്തതിന്റെ ബാക്കി ഓട്ടം നിങ്ങൾ ഓടിത്തീർക്കണം എന്നതിൽ കൂടി ഒരു സ്ത്രീയെ ഇസ്ലാമിക ശരീഅത്തിൽ കൂടി അനശ്വരമാക്കുകയാണ് ചെയ്തത്. സ്ത്രീത്വത്തിനും മാതൃത്വത്തിനും അള്ളാഹു നൽകിയ മഹത്തായ ഒരു സ്ഥാനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചത്. ഭാര്യമാരുള്ള നമ്മൾ, മക്കളുള്ള നമ്മൾ, ആ ബാധ്യത നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും അത് പാലിക്കുകയും, സ്ത്രീ എന്നത് ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവളും സ്നേഹിക്കപ്പെടേണ്ടവളുമാണ്. അതൊരു വിൽപ്പന ചരക്കല്ല, അങ്ങാടികളിൽ ജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാനുള്ള പ്രദർശന വസ്തുവല്ല. എന്റെ പെൺമക്കൾ, എന്റെ കുട്ടികൾ, അവൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കേണ്ടവളാണെന്ന സ്ത്രീയുടെ വിശുദ്ധി, സ്ത്രീയോടുള്ള ആദരവ്, മാതൃത്വത്തിന്റെ ബഹുമതി, ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പാഠം ഉൾക്കൊള്ളുമ്പോഴാണ് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹത നമുക്ക് ലഭിക്കുക. മറ്റൊന്ന്, അള്ളാഹുവിനുള്ള തവക്കുല്. ഇബ്രാഹിം നബി പഠിപ്പിച്ചു തന്നു, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു ത്വയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാല. അള്ളാഹു പറഞ്ഞു, ഈ പക്ഷികളെ നിങ്ങൾ കാണുന്നില്ലേ, കൂട്ടിൽ നിന്ന് അതിരാവിലെ പറന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ പക്ഷിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് തിന്നാനുള്ളത് എവിടെയാണ്, ഇന്ന് കുടിക്കാനുള്ള വെള്ളം എവിടെ നിന്ന് കിട്ടും, ഇന്ന് ആരാണ് എനിക്ക് ഭക്ഷണം തരിക എന്നൊന്നും പക്ഷിക്ക് അറിഞ്ഞുകൂടാ. അത് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് കൂട്ടിൽ നിന്ന് ചിലച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അത് തസ്ബീഹുകളാണ്, അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ടാണ് ആ പക്ഷികൾ ഇറങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു എന്നെ രക്ഷിക്കും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ജീവിച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു എന്റെ കാര്യങ്ങൾ രക്ഷപ്പെടുത്തി തരും എന്ന തവക്കുല് നിങ്ങൾക്കുണ്ടെങ്കിൽ തീയും ചൂട് കുറഞ്ഞ് തണുപ്പായി മാറും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു. ഒരു രാജ്യം മുഴുവനും തനിക്കെതിരായാലും എനിക്ക് അല്ലാഹു തആല രക്ഷ നൽകും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു. ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ റളിയല്ലാഹു അൻഹയും പഠിപ്പിച്ചു. അതാണ് മറ്റൊന്ന് ഇബ്രാഹിം നബിയുടെ പാഠം. ആ തവക്കുൽ നമ്മുടെ മനസ്സിലില്ല. നമുക്ക് കിട്ടിയത് പോരാ, ഹറാമായ മാർഗത്തിൽ കൂടി സമ്പാദിക്കണം. എനിക്ക് കിട്ടിയ സുഖങ്ങൾ പോരാ, ഇനിയും വേറെയും സുഖങ്ങൾ കിട്ടണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ചിലതെല്ലാം ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. അത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നതാണ് തോന്നുന്നതെങ്കിൽ അവന് ഇബ്രാഹിം നബിയുടെ അനുയായിയാവാൻ കഴിയില്ല. നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ജീവിതത്തിൽ പലതും ആഗ്രഹിക്കുന്നത് ത്യജിക്കേണ്ടി വരും. മൻ തറക ലില്ലാഹി ശൈഅൻ അവ്വലഹുല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി എന്തുപേക്ഷിച്ചാലും അതിന് അല്ലാഹു തആല പകരം തരും എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാഠം. കുടുംബത്തിൽ പിതാവ് പറഞ്ഞതനുസരിച്ച് കേട്ട് ജീവിച്ചാൽ മതിയായിരുന്നു അദ്ദേഹത്തിന്. ആദരണീയനായ ആ പിതാവിന്റെ മകൻ ആ നാട്ടിൽ ആദരവ് കിട്ടുമായിരുന്നു. അതൊന്നും എനിക്ക് വേണ്ട, അള്ളാഹുവിന് വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ചിറങ്ങി തിരിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അവസാനം തീയിലിട്ട് കരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലും അതിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഹറാമുകൾ ഉപേക്ഷിച്ചാൽ, പാടില്ലാത്തത് ഉപേക്ഷിച്ചാൽ
അല്ലാഹു തആല നമുക്ക് നല്ല മാർഗവും തരും. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി. അല്ലാഹു തആല പാഠമാണ് നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹ്, അല്ലാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുക. ഇദാ ദഅാകും ലിമാ യുഹീകും, യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിന് ജീവൻ നൽകുന്ന, നിങ്ങളുടെ ശരീരത്തിന് ജീവൻ നൽകുന്ന, യഥാർത്ഥമായ ഉത്തേജനം നൽകുന്ന ഒരു മതത്തിലേക്ക്, ഒരു വിശ്വാസത്തിലേക്ക്, ഒരു ജീവിത വിശുദ്ധിയിലേക്ക് അള്ളാഹു നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം നൽകണം എന്ന ആ ഒരു സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് നൽകിയത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ആ വിളി, ഞാനിതാ അള്ളാഹുവെ ഉത്തരം നൽകുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനുള്ള ഉത്തരം നൽകുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. നാട്ടിൽ നിന്ന്, സ്വസ്ഥമായി ജീവിക്കുന്ന നാട്ടിൽ നിന്ന് ഭാര്യയെയും കുട്ടികളെയും വിജനമായ മക്കയിൽ, 1000 കാതങ്ങൾക്കപ്പുറമുള്ള മക്കയിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോരണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ലബ്ബൈക്ക്, അതിന് അള്ളാഹു ഉത്തരം നൽകി. മകനും പിതാവും കൂടി കഅബ പടുത്തുയർത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉത്തരം നൽകി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉത്തരം നൽകി. അതാണ് ഇബ്രാഹിം നബിയുടെ പാഠം. അള്ളാഹുവിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകണം. ഹയ്യാല സ്വലാത്തി ഹയ്യാലൽ ഫലാഹ് എന്ന് നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോൾ നമ്മൾ അതിന് ഉത്തരം നൽകണം. അങ്ങനെ ഉത്തരം നൽകാത്തവൻ എന്തു പെരുന്നാൾ, അവനെന്ത് ഇബ്രാഹിം നബി, അവനെന്താണ് ഉദുഹിയ്യത്ത്? അപ്പൊ ഉത്തരമാണ് നമ്മൾ നൽകേണ്ടത്. ഓരോ കാര്യത്തിലും, സാമ്പത്തിക രംഗത്ത് അള്ളാഹുവിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകണം. ദൂർത്തടിക്കാൻ പാടില്ല. പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. അതുപോലെ തന്നെ പിശുക്ക് കാണിക്കരുത്. ദീനിനു വേണ്ടി വിളിക്കുമ്പോൾ അതിലേക്ക് ഉത്തരം നൽകണം. മാതാപിതാക്കൾ വിളിക്കുമ്പോൾ അവർക്ക് ഉത്തരം നൽകണം. അവർക്ക് പുണ്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവരെ അനുസരിക്കണം. തിന്മകൾ ചെയ്യരുതേ എന്ന് അല്ലാഹു തആല പറയുമ്പോൾ അതിന് നമ്മൾ ഉത്തരം നൽകണം. ബാധ്യതകൾ സമൂഹത്തിനോടും രാജ്യത്തിനോടും ജനങ്ങളോടും എല്ലാമുള്ള ബാധ്യതകൾ നിർവഹിക്കണമെന്ന കൽപ്പന വരുമ്പോൾ നമ്മൾ ഉത്തരം നൽകണം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ച ഇസ്തിജാബത്ത് എന്ന് പറയുന്ന ഒരു തത്വം. ഇസ്തിജാബത്തുള്ള, അള്ളാഹുവിന് ഉത്തരം നൽകുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് അള്ളാഹ് കൽപ്പിച്ചപ്പോ ശരി, ഞാനത് ചെയ്തു കൊള്ളാം എന്ന് ഉത്തരം നൽകി. മകനോട് ഉപ്പയുടെ മുമ്പിൽ, കത്തിക്ക് മുമ്പിൽ കടന്നു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ ആ കൊച്ചു മകൻ അതിന് ഉത്തരം നൽകി. എന്ന ഒരു വിഭാഗത്തെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇസ്രായേൽ സമൂഹം, അവരോട് അല്ലാഹു തആല ഒരു പശുവിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറക്കാൻ കൽപ്പിക്കുന്നു. ബനി ഇസ്രായേൽ കൂട്ടത്തിൽ ഒരു ഗോത്രവർഗത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ആരാണ് കൊന്നത് എന്ന് അറിയാതെ വിഷമിക്കുകയും ചെയ്തപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അറിയുമായിരുന്നില്ല ആരാണ് കൊന്നത് എന്ന്. പക്ഷേ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് നീതി കിട്ടണം, അതുകൊണ്ട് കൊലപാതകിയെ കണ്ടെത്തണം. അദ്ദേഹത്തിന് അല്ലാഹു തആല കൊലപാതകിയെ അറിയിച്ചു കൊടുത്തിരുന്നില്ല. പ്രവാചകനായിട്ട് പോലും അദ്ദേഹം അത് അറിഞ്ഞില്ല ആരാണ് കൊലപാതകി എന്ന്. അവൻ ആ ഗോത്രത്തിൽ ഒളിച്ചു നടക്കുന്നുണ്ടായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, ഒരു പശുവിനെ അറക്കുക, എന്നിട്ട് ആ പശുവിന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗമെടുത്ത് ഈ മയ്യിത്തിന്റെ ശരീരത്തിൽ നിങ്ങൾ മെല്ലെ തടവുക, അടിക്കുക. എങ്കിൽ അവൻ ആരാണ് കൊലപാതകി എന്നെ കൊന്നതെന്ന് പറഞ്ഞു തരും. അതൊരു അത്ഭുതമായിരുന്നു, ഒരു മുഅ്ജിസത്തായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൈക്ക് അല്ലാഹു തആല മരിച്ച ഒരാളെ ഒരു കുറ്റം തെളിയിക്കാൻ വേണ്ടി തൽക്കാലം ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തൊരു മുഅ്ജിസത്തായിരുന്നു. ആ മുഅ്ജിസത്താണ് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, ഒരു പശുവിനെ അറക്കണമെന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആദ്യത്തെ സൂറത്തുണ്ടല്ലോ ഫാത്തിഹ കഴിഞ്ഞാൽ അതിന് അൽ ബഖറ എന്ന പേര് വന്നത് തന്നെ ഈ സംഭവമാണ്. ആ പശുവിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചു. സ്വന്തം മകനെ അറക്കാൻ കൽപ്പിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനനുസരിച്ചു. അതാണ് ഇബ്രാഹിം നബിയിലുള്ള പാഠം. എന്നാൽ ഇബ്രാഹിം നബിയുടെ പിൻഗാമികളായിട്ടുള്ള പേരമക്കൾ
ബനൂ ഇസ്രായേൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേരക്കുട്ടിയായ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്തതികളോട് ആ നാട്ടിൽ നിന്നൊരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അറക്കാൻ പറഞ്ഞപ്പോ ആ കൽപ്പന അവർ സ്വീകരിക്കാൻ മടിച്ചു. അവർ ശങ്കിച്ചു നിന്നു. അവർ ഒരുപാട് വഴികഴിവുകൾ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാമിനെ പരിഹസിച്ചു. ഇത് ഒരു പ്രതീകാത്മകമായ നമ്മളോട് അല്ലാഹു തആല പറഞ്ഞു തരുന്നതാണ്. ഒരു മനുഷ്യനെ അറക്കാൻ കൽപ്പിച്ചപ്പോ അത് മകനായിട്ട് പോലും അനുസരിച്ച ഇബ്രാഹിമും ആ ഇബ്രാഹിമിന്റെ പേരക്കുട്ടികളോട് നാട്ടിൽ നിന്നൊരു പശുവിനെ സാധാരണ പോലെ അറക്കാൻ കൽപ്പിച്ചപ്പോ അനുസരിക്കാതിരുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ്. അമ്പിയാക്കന്മാരും നമ്മളും തമ്മിലുള്ള ബന്ധം നമുക്ക് സ്വയം അളക്കാനുള്ള ഒരു പാഠമാണ്. ഹറാമുകൾ ഒഴിവാക്കാൻ, കൽപ്പനകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്ന പാഠമാണ്. അതാണ് വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ അള്ളയും നിങ്ങളും തമ്മിൽ ഒരു മറയുണ്ടായിരിക്കും. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടില്ല. അള്ളാഹു നിങ്ങളെ കയ്യൊഴിക്കും, നിങ്ങൾ ഒറ്റക്ക് ജീവിക്കേണ്ടി വരും എന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത്. അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻഅ എന്ന് പറഞ്ഞല്ലോ. ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കുക, ഹറാമുകൾ ചെയ്യുക, തോന്നിവാസങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക. എന്നാൽ നിർബന്ധമായിട്ടും ഐച്ഛികമായിട്ടും നല്ല നല്ല കാര്യങ്ങൾ, നമ്മുടെ മനുഷ്യബന്ധങ്ങൾ, മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ, അള്ളാഹുവിനോടുള്ള ബന്ധങ്ങൾ, ഇബാദത്തുകൾ അത് നിർവഹിക്കാതിരിക്കുക. ഇത് രണ്ടിന്റെയും ഉദാഹരണമാണ് ഇസ്രായേലിയരുടെ പശുവിനെ അറക്കാൻ കൽപ്പിച്ച ഇസ്രായേലിയരെ പോലെയാണോ നിങ്ങൾ? അവരെ അല്ലാഹു തആല ശിക്ഷിച്ചു. ആ ഇസ്രായേലിയരെ 40 കൊല്ലം സീനാ മരുഭൂമിയിൽ പൊരിമയിലെത്തിട്ട് അല്ലാഹു തആല ശിക്ഷിച്ചു. അവസാനം അവർ തൗബ ചെയ്ത് മടങ്ങിയപ്പോഴാണ് അവർക്ക് രക്ഷ കിട്ടിയത്. ആ ഇസ്രായേലിനെ പോലെ ആകാതിരിക്കാനുള്ള കൽപ്പനയാണ് ഈ പഠിപ്പിച്ചത്. അപ്പൊ മൻസുയ്യിന ലഹു, നമുക്ക് തോന്നുകയാണ് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ശരിയാണ്. അല്ലാഹു തആല അതാ പറയുന്നത്. അഫമൻ സുയ്യിന ലഹു സൂഖു അമലിഹി, നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ നിങ്ങൾക്ക് നന്നായി തോന്നുകയാണോ? അങ്ങനെയുള്ളവനാണോ? ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണെന്ന്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് എല്ലാ തിന്മയും അതാണ് ശരി, ഞാനാണ് ശരി, എന്റെ പക്ഷമാണ് ശരി എന്ന ആ നിലപാടിലാണോ നിങ്ങളുള്ളത്? അല്ലാഹു തആല അത്തരക്കാരെ വഴിതെറ്റിക്കും എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഇബ്രാഹിം നബി പഠിപ്പിച്ച ആ വഴിയാണ് നമ്മുടെ പെരുന്നാളിന്റെ അർഹത. അതാണ് ഇബ്രാഹിം നബിയെ നമ്മൾ ഓർക്കുന്ന മാർഗം, അല്ലാതെ കേവലം ആണ്ടർതിയല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ആണ്ടർതി ഗൗരവപരമായി തന്നെ വിശ്വാസികൾ കാണണം എന്ന് ഇസ്ലാമിക ശരീഅത്ത് അനുശാസിക്കുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ബലികർമ്മം നടത്താൻ ഉദ്ദേശിക്കുന്നവർ ദുൽഹജ്ജ് 1 മുതൽ അവരുടെ ശരീരത്തിൽ നിന്ന് മുടിയൊന്നും വെട്ടിക്കളയരുത്, നഖങ്ങൾ മുറിച്ചു കളയരുത്. വേറെ നിബന്ധനകളൊന്നുമില്ല. ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയവന് നഖം മുറിക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല. അതുപോലെ ഈ കുപ്പായം, ബനിയൻ പോലെയുള്ള ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ പാടില്ല. എന്നാൽ ദുൽഹജ്ജ് മാസം പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി യഥാർത്ഥ ശരീഅത്തനുസരിച്ച് പെരുന്നാൾ ആഘോഷിക്കാനും ബലികർമ്മം നടത്താനും ഉദ്ദേശിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവന്റെ മുടി വെട്ടാനോ മുറിച്ചെടുക്കാനോ പാടില്ല. ദുൽഹജ്ജ് 1 മുതൽ ബലികർമ്മം നടത്തുന്നത് എന്നാണോ അന്ന് വരെ.
അവന്റെ നഖം മുറിക്കാനും പാടില്ല. മുടിവെട്ടലും നഖം മുറിക്കലും ഇസ്ലാമിന്റെ സുന്നത്തായ കാര്യമാണ്. ഇബ്രാഹിം നബി പഠിപ്പിച്ചതല്ല മര്യാദകളിൽപ്പെട്ടതാണെങ്കിൽ പോലും അതിലൊക്കെ ഒരു ദീക്ഷ, ഒരു പ്രത്യേകമായ ശ്രദ്ധ പല ആരാധനകൾക്കുമുണ്ടല്ലോ. ചില ശ്രദ്ധയോടുകൂടി ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ആ ഒരു ഉപേക്ഷിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി ഒരുങ്ങണം എന്നാണ്. അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഒരു ദിവസം വരാനിരിക്കുന്ന വൽഫജ്ർ വലിയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. എത്രത്തോളം അത്ഭുതമാണോ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത്, അത് പൊങ്ങി വരുന്നത്, ആ പൊങ്ങി വരുന്ന പ്രഭാതത്തിന്റെ പ്രഭ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ ആ പ്രഭാതം തന്നെയാണ് സത്യം. വലിയാലിൻ അശ്ർ, ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ, ആദ്യത്തെ 10 രാവുകൾ, അതാണ് സത്യം. പ്രഭാതം പോലെ മനുഷ്യന്റെ മുമ്പിൽ അത്ഭുതവും അതുപോലെ തന്നെ ഗാംഭീര്യത്തോടുകൂടി നമ്മൾ കാണേണ്ടതുമായ ഒരു ദിവസങ്ങളാണ് ദുൽഹജ്ജ് ആദ്യത്തെ 10 എന്ന് ഖുർആൻ പഠിപ്പിച്ചതും ഈ പ്രാധാന്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പെരുന്നാളിന് വസ്ത്രമെടുക്കണം, നമുക്ക് ആവശ്യമാണ്. ഉദയത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തണം, ആവശ്യമാണ്. പെരുന്നാളിന്റെ എല്ലാ ഭൗതികമായ അലങ്കാരങ്ങളും നമുക്ക് വേണം. അള്ളാഹു അനുവദിക്കുന്ന തരത്തിൽ അത് ആവശ്യമാണ്. അതിന്റെയും അപ്പുറത്ത് 4000 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മഹാമനുഷ്യന്റെ ജീവിതം, ആ കുടുംബത്തിന്റെ ജീവിതം, അതിലുള്ള അർപ്പണബോധം, അനുസരണബോധം, ആ തഖ്വ, അതാണ് ഈ ദുൽഹജ്ജ് മാസത്തിന്റെ വരവോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ആ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെയും ശ്വാദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരെ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ദുആക്ക് വസിയത്ത് ചെയ്തവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.